ആർട്ട് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമ്മൾ ഉറങ്ങി എണീറ്റ് ആവുന്നതല്ല. നമ്മൾ നിരവധി പ്രോസസ്സുകൂടെ കടന്നു വന്ന് ആവുന്ന ഒരാളാണ് ഈ ആർട്ട് ഡയറക്ടറും അല്ലെങ്കിൽ ആർട്ടിസ്റ്റൊക്കെ. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ഒരു ബോയ്സ് ഗ്യാങ് ആണ്. ട്രിപ്പ് പോകുന്നു, ആ ട്രിപ്പിന് അവർ സന്തോഷത്തിന് വേണ്ടി പോകുന്ന ട്രിപ്പിനിടയിൽ ഉണ്ടാവുന്ന ഒരു അപകടം. പേഴ്സണൽ ലൈഫിൽ ഇതേപോലെ ഫ്രണ്ട്സ് ഒത്തൊക്കെ ട്രിപ്പിനൊക്കെ പോകുന്ന ഒരാളായിരുന്നു. യാത്ര തന്നെ ജീവിതം കംപ്ലീറ്റ് യാത്രകളിൽ തന്നെ എപ്പോഴും. ബിലാൽ എപ്പോ കാണാൻ പറ്റും? ബിലാൽ ജോൺ കുരിശിങ്കൽ. ബിലാൽ ഞങ്ങൾ ശരിക്കും തുടങ്ങാതിരിക്കുകയായിരുന്നു. അപ്പൊ ഒരു 12 ദിവസം ഉള്ളൂ ഇനി ഷൂട്ടിങ്ങിന്. അല്ല, നമ്മളിത് ഈ സിനിമ നമ്മൾ കഥ വായിക്കുമ്പോൾ തന്നെ നമുക്ക് പിടികിട്ടും എന്തൊക്കെ ഇതിന് വേണം എന്നുള്ളത്. നമ്മളതിന്റെ വ്യക്തമായിട്ട് അവരോട് പറയും. ലീല ബൻസാലിന്റെ ഒക്കെ പടങ്ങൾ കണ്ടിട്ടില്ലേ? അത് തന്നെ മറ്റേ ഗംഗുബ, അത് നമ്മള് അത്രയും പൈസ ഉണ്ടെങ്കിൽ നമുക്കും ചെയ്തു കൊടുക്കാം. മനസ്സിലായില്ലേ? അത്ര ബഡ്ജറ്റ് നമുക്ക് ഇവിടെ ഉണ്ടാവില്ല, അത്ര പൈസ ഉണ്ടാവില്ല, പക്ഷെ അതേപോലത്തെ സെറ്റപ്പ് വേണമെന്ന് നമ്മളവിടെ ഒക്കെ പറയുള്ളൂ. പല ആളുകളെ നമ്മൾ പയ്യന്മാരൊക്കെ ഇതിൽ വരച്ചത് അയച്ചു തരും. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും അവൻ തട്ടിപ്പുകാരക്കാരനാണോ അതോ റിയൽ ഐറ്റം ഉള്ള ആളാണോ എന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റും. പൊന്മുട്ടയിടുന്ന താറാവ് ആ പടം മുതലാണ് നമ്മളൊക്കെ ഷൂട്ടിങ് കാണാനൊക്കെ വേണ്ടിട്ട് പോകുന്നത്. സ്ഥിരമായിട്ടുള്ള ഗ്രാമം പച്ചപ്പ്, അതാണ് അവരുടെ സാധനം. അവരൊരു ടീമുണ്ട്, ശ്രീനിവാസൻ സാറ്, പിന്നെ വിപിൻ മോഹൻ, അവന് ക്യാമറ, അങ്ങനെ ഒരു ടീം മാത്രം. ജയറാം, ഉർവശി, ശങ്കരാടി, അങ്ങനെ ഒരു ടീമിന്റെ സിനിമയായിരിക്കും ഇത്. കാലങ്ങൾക്ക് ശേഷം സത്യൻ സാറിന്റെ ടീമിൽ നിന്നൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ സിനിമകൾക്കൊക്കെ വർക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു. അപ്പോൾ പ്രൊഡക്ഷൻ ഡിസൈനർ ഇരിക്കുമ്പോൾ എന്തായാലും ആർട്ട് ഡയറക്ടർക്ക് അവാർഡ് കൊടുക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു വിഷയം. അതിപ്പോ ദേശീയ സിനിമകളിലൊക്കെ അങ്ങനെ പ്രൊഡക്ഷൻ ഡിസൈനർക്ക് അവാർഡുള്ളൂ, പക്ഷെ കേരളത്തില് ഇപ്പോഴും ആർട്ട് ഡയറക്ടർക്കാണ്. പകുതി പണം കൊണ്ട് വീട് നിർമ്മിക്കാം, ബാക്കി പകുതി പണം 50 മാസ തവണകളായി തിരിച്ചടച്ചാൽ മതി, അതും പലിശയില്ലാതെ. കൂടാതെ മാസത്തവണകളുടെ 20% സബ്സിഡി. വെയ്റ്റ് ഹോംസ് ഫോർ പ്രൈവറ്റ് ലിമിറ്റഡ്. കണ്ണൂർ മുതൽ എറണാകുളം വരെ ഹോംസ് ഫോറിന്റെ സേവനം ലഭ്യമാണ്. വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫ്രീ ആയി വീടിന്റെ പ്ലാൻ. കൂടുതൽ വിവരങ്ങൾക്ക് വെയ്റ്റ് ഹോംസ് ഫോർ പ്രൈവറ്റ് ലിമിറ്റഡുമായി ബന്ധപ്പെടുക. ഒരു ആർട്ടിസ്റ്റായി തന്നെ ജനിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ സിനിമയുടെ ഈ ഒരു വലിയൊരു മേഖലയെ പറ്റി അധികം ചിന്തിക്കാത്തൊരു വ്യക്തിയാണ് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ എങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടു? ഒരു വലിയ ഭയങ്കര സാധ്യതയുള്ള, ഇന്റർനാഷണൽ ലെവലിൽ സാധ്യതകളുള്ള ഒരു മേഖലയാണ്. നമ്മള് സിനിമ സാധാരണ ഇതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ് ഉണ്ടായിരുന്നുള്ളൂ. സിനിമാ മേഖലയിൽ എത്തണം അങ്ങനൊന്നും എൻ്റെ ഒരു ഇതിലൊന്നും ഉണ്ടായിരുന്നില്ല. ഞാന് സിനിമയിൽ വരുന്നത് എൻ്റെ കുറച്ച് സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ ഫൈൻ ആർട്സിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ സീനിയേഴ്സ് ആയിട്ടുള്ളതും എൻ്റെ ഒപ്പം പഠിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊരു പ്രേംജി എന്ന് പറഞ്ഞ ഒരു ചേട്ടനൊക്കെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു തന്നെ ആളും ആളുടെ സുഹൃത്തും കൂടിയിട്ട്. അപ്പൊ അതില് ഞാനും എൻ്റെ ഇപ്പോഴത്തെ ആർട്ട് ഡയറക്ടറായിട്ട് ഗോകുൽദാസൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ച് ക്ലാസ്മേറ്റ് ആണ്. അപ്പൊ ഞങ്ങളൊക്കെ എൻ്റെ ആർട്ട് അസിസ്റ്റന്റുകളായിരുന്നു. അപ്പൊ നമുക്കതിന് ബോർഡ് എഴുത്ത്, എനിക്ക് ഇതായിരുന്നു എൻ്റെ ജോലി. ബോർഡ് എഴുതുക, വണ്ടികൾ ഇതൊക്കെ എഴുതുക, അങ്ങനെ സൈൻ ബോർഡുകൾ ഇതൊക്കെ ആയിരുന്നു. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഇത് സിമ്പിളാണ്. അതന്നെ പിന്നെ സിനിമയിൽ കുറെ കാലം പിന്നെ അതായിരുന്നു എനിക്ക് വർക്ക്. സിനിമയിലുണ്ടാവും സോങ് സീനോ അല്ലെങ്കിൽ ഒരു കവല സെറ്റ് ഇടുമ്പോൾ അവിടുത്തെ കടകളുടെ പേര് എഴുതുക, അല്ലെങ്കിൽ അവിടുത്തെ കടകൾ ഏജിങ് ചെയ്യുക, പെയിന്റ്, എങ്ങനെ ഇവരൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന വർക്കാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് പിന്നെ അതിങ്ങനെ ഇതാക്കി. അപ്പൊ ഇവരെ തന്നെ ഇടയ്ക്ക് പറയാണ്, അജയൻ അങ്ങനെ ഈ പെയിന്റിങ് ഇതല്ല നീ ചെയ്യേണ്ടത്, നീ ആർട്ട് ഡയറക്ടർ. അപ്പൊ ഞാൻ പരമാവധി ഇവരിൽ നിന്ന് എസ്കേപ്പായി മാറി പോകും. പക്ഷെ എനിക്കിങ്ങനെ ഈ കൂടുതൽ ആളുകളുടെ ഇടയിൽ വർക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ എവിടെങ്കിലും സമാധാനമായി വരയ്ക്കുക അല്ലെങ്കിൽ എഴുതുക ചെയ്യുക. അത് കഴിഞ്ഞ് ഇവിടെ ഷൂട്ട് നടക്കുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. ഇവനായിട്ട് അതിനെ കണക്ട് ചെയ്യാൻ നിൽക്കില്ല, അത്രേ നിൽക്കുള്ളൂ. അപ്പൊ അങ്ങനെയാണ് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നത്. പിന്നെ ഇവരൊക്കെ പിന്നെ എന്നെ ഒരു സിനിമയിലേക്ക് പിടിച്ചിടുകയാണ് ചെയ്തത്. ശരി, ആ പടത്തിന്റെ പേരാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് പടം. ഫസ്റ്റ് പടം അത്. അതിന് പിന്നെ ഞാൻ ഒരു 10 വർഷത്തോളായിട്ട് ഈ സിനിമ അതില് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു സിനിമ കഴിയുന്നതിന് മുന്നെയാണ് ഞാന് ഒരു സിനിമ കഴിഞ്ഞില്ല, ലാസ്റ്റ് ഷെഡ്യൂൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത സിനിമയിൽ എന്നെ ആർട്ട് ഡയറക്ടറാക്കി വന്നത്. അത് ഇടുക്കി ഗോൾഡ് ആയിരുന്നു. അതൊരു വലിയ ലോങ് ടേം ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ ഒരു വലിയൊരു എന്താ പറയാ, സിനിമകളിലേക്ക് ഒരുപാട് നല്ല നല്ല സിനിമകളുടെ ഒരു തുടക്കമായിരുന്നു അല്ലേ ആ ഒരു കൂട്ടുകെട്ട്? ഞാൻ അവരുടെ ഒപ്പം പിന്നെ വർക്ക് ചെയ്തു, ഗാങ്സ്റ്റർ വർക്ക് ചെയ്തു, പിന്നെ റാണി ബൽബനി വർക്ക് ചെയ്തു. അപ്പോ അത് പിന്നെ
പിന്നെ ഓരോ സിനിമകൾ ഉണ്ടാവും നമുക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട്. പിന്നെ ഞാനൊക്കെ ആ കാലഘട്ടത്തിലും ഇതേപോലെ എന്തെങ്കിലും വർക്കുള്ള സിനിമകൾ തന്നെ ആ കാലഘട്ടത്തിൽ അതെ, വന്നല്ലോ. ചൂസ് ചെയ്യുമ്പോ എന്തെങ്കിലും ചെയ്യാനുണ്ട് ചെയ്യാനുള്ളത്. പിന്നെ എന്നുള്ളത്. അങ്ങനെയുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ട് എനിക്ക്. പടങ്ങള് നമുക്ക് എന്തെങ്കിലും ആർട്ടിസ്റ്റിക് ആയിട്ട് എന്തെങ്കിലും സെറ്റ് വർക്കൊക്കെ ഉള്ള സിനിമകൾ അറ്റ് എ ടൈം ഒരു സിനിമയെ കമ്മിറ്റ് ഒരു ചെയ്യാറുള്ളൂ. സിനിമയാണ് ഇപ്പൊ ചെയ്യുന്നത്. കാരണം വെച്ചാൽ എനിക്ക് കൂടുതൽ ടെൻഷൻ അടിക്കാൻ വയ്യാന്നുള്ളതില് ഒരു സിനിമ മാത്രമാണ് ഒരു ടൈമിൽ ചെയ്യാറ്. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത സിനിമയിലേക്ക് പോവുക. അറ്റ് എ ടൈം ഫുൾ കോൺസെൻട്രേഷൻ. അതായിട്ട് ഇതാക്കുക. ഞാൻ ട്രാൻസ് ഒക്കെ ഏകദേശം 2.5 വർഷത്തോളം എടുത്തു. 3 വർഷത്തോളം. ഫ്രാൻസിലെ ഈ പറഞ്ഞ ആംസ്റ്റർഡാം ഒക്കെ എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മള് സെറ്റാണ്. സെറ്റോ? അത് അല്ല, നമുക്കത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ചെയ്യാൻ പറ്റാത്തത് അധികം ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഇവിടെ നമുക്കൊരു ബഡ്ജറ്റാണ് നമ്മുടെ ഒരു പ്രശ്നം ഉണ്ടാവുക. അപ്പൊ അത് ഏത് അപ്ഡേറ്റർ ആണെങ്കിലും ഇപ്പൊ സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ബഡ്ജറ്റ് അലൗ ചെയ്ത് കഴിഞ്ഞാലും VFX അല്ലെങ്കിൽ ആർട്ട് പോലുള്ള ഡിപ്പാർട്ട്മെന്റിൽ ഒരു ചെറിയ എമൗണ്ട് ആദ്യമേ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പക്ഷെ ഡിമാൻഡ് വളരെ കൂടുതലും ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യും? അല്ല, നമ്മളിത് ഈ സിനിമ നമ്മൾ കഥ വായിക്കുമ്പോൾ തന്നെ നമുക്ക് പിടികിട്ടും ഇത് എന്തൊക്കെ ഇതിന് വേണം എന്നുള്ളത്. നമ്മളതിന്റെ വ്യക്തമായിട്ട് അവരോട് പറയും, ഇതിങ്ങനെ ചെയ്താലാണ് ഇത് ഈ നിങ്ങൾ പറയുന്ന പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഏത് സിനിമയ്ക്കും. പിന്നെ അത് ഒരു സിനിമയ്ക്ക് നമുക്ക് ഇത്ര ആവശ്യമുണ്ട്, നമുക്ക് അവർക്ക് അറിയാലോ ഇത് ആവശ്യമാണ് ഈ സിനിമയ്ക്ക്. അതില്ലെങ്കിൽ ഇത് ദാരിദ്ര്യ സിനിമയിലേക്ക് പോകുന്നു മാത്രം. നമ്മൾ കൊട്ടാരം എന്ന് പറഞ്ഞാൽ കൊട്ടാരം തന്നെ കാണിക്കണ്ടേ. അപ്പൊ അതിന്റെ ഒരു ഇത് അവർക്കും അറിഞ്ഞ അത്തരം ആളുകളാണ് എന്നൊക്കെ വിളിക്കുന്നത്. എന്നെ പറ്റി അറിയുന്ന ആളുകളായിരിക്കും. അല്ലാതെ വെറുതെ ഒരാൾ തന്നെ വെച്ച് വിളിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അവരെന്താണ് ചെയ്യുക എന്നുള്ളത് കറക്റ്റായി വ്യക്തമായിട്ട് അറിഞ്ഞുള്ള ആളുകളാണ് നമ്മളൊക്കെ കണക്ട് ചെയ്യുള്ളൂ. തീർച്ചയായിട്ടും. ഇപ്പൊ സിനിമയില് ബോർഡ് എഴുതിയിരുന്നു, ആർട്ടിന്റെ ഡിപ്പാർട്ട്മെന്റില് 10 വർഷം വർക്ക് ചെയ്തിരുന്നു. അപ്പൊ ഈ തുളസി ആർട്സ് എന്ന് പറയുന്ന പേരിനെ പറ്റി ഞങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടൊന്ന് പറഞ്ഞുതരാമോ? ഈ തുളസി ആർട്സ് എന്ന് പറയുന്ന ആ പേരിനോടുള്ള നാട്ടിലെ എന്റെ ഒരു ചെറിയച്ഛനൊക്കെ ബാലമാഷ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണിത്. അത് ആ കാലഘട്ടത്തില് ഈ ബോർഡ് എഴുതുക, വണ്ടികളുടെ നമ്പർ, പിന്നെ സൈൻ ബോർഡ്, ബാനർ, ഇതൊക്കെ എഴുതി കൊടുക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു അത്. അപ്പൊ ഞാൻ ഈ ഫൈൻ ആർട്സിൽ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ വൈകിട്ട് പോയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇതാണ്. അതിലും കുറെ കാലം വർക്ക് ചെയ്യുന്നുണ്ട്. 10, 12, 15 കൊല്ലത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലിങ്ങനെ അതിപ്പോഴും ഞാന് സിനിമയിലൊക്കെ ചില ബോർഡൊക്കെ എഴുതി കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ എഴുതി വെക്കാറുണ്ട് തുളസിന്നൊക്കെ. ഓർമ്മയ്ക്ക് വേണ്ടിട്ടല്ലേ? അത് നമ്മുടെ ഒരു ഇതാണല്ലോ. അത് നമ്മളെ ഇവിടുന്ന് വന്ന വഴിയിലുള്ള സാധനമാണത്. അപ്പൊ തുളസി അത് ആ ഫോണ്ടിൽ അത് ആളുകൾക്ക് എന്നൊക്കെ നന്നായി അറിയുന്ന ആളുകൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാം അതിന്റെ എന്ത് ഫോണ്ടാണ്. അതിനൊരു ലോഗോ ടൈപ്പ് ഒക്കെ ഉണ്ട് തുളസി എന്ന് പറഞ്ഞിട്ടുള്ളത്. തുളസി ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ അതിനൊരു വ്യക്തമായിട്ടൊരു ഫോണ്ട് ഉണ്ട്. ഇപ്പോഴും ചില ബോർഡ് എഴുതുന്ന സാധനങ്ങളിലൊക്കെ ചിലതൊക്കെ ഞാൻ തന്നെ എഴുതുക. ആ സ്റ്റൈലിലൊക്കെ എഴുതാൻ എനിക്ക് ബോർഡ് എഴുതി ഭയങ്കര ഇഷ്ടമാണ്. മെയിൻ പടത്തില് ബോർഡ് എഴുതുന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ചിലപ്പോൾ എഴുതുക. എന്റെ സമയം നോക്കി നമ്മൾ എഴുതുന്നത്. ഞാൻ പെൻസിൽ ഡ്രോയിങ്സ് ഒക്കെ ഒരുപാട് കണ്ടു, സ്കെച്ചുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നെറ്റിൽ വെറുതെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴൊക്കെ. ഈ ഭയങ്കര തിരക്കിട്ട ജോലിയാണ് സിനിമയുടെ ഈ പ്രൊഡക്ഷൻ ഡിസൈൻ എന്ന് പറയുന്നത്. ഇതിനിടയിൽ കുഞ്ഞു കുഞ്ഞു സന്തോഷമാണല്ലോ നമ്മുടെ സ്വന്തമായിട്ട് സ്കെച്ച് ചെയ്യാന്ന് പറയുന്നത്. നമ്മളൊരു ലൈഫിലുള്ളത് തന്നെ ഇതൊക്കെ, ഈ വരയിതൊക്കെ അതിന്റെ കുറച്ചാണ് ചിലപ്പോൾ നിങ്ങളൊക്കെ കാണണ്ടാവുള്ളൂ. നമ്മളിത് വരയ്ക്കുകയും ഇതൊക്കെ എപ്പോഴും ഉള്ളതാണിത്. പക്ഷെ ഇത് അതിനൊരു ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, നമുക്ക് ഇതൊക്കെ പ്രദർശിപ്പിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. നമ്മൾ മുന്നൊക്കെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്നുമില്ലെങ്കിൽ എന്നെ ഒരു ആളെ വിളിച്ചു കൊണ്ടുവരും. ഞാൻ കുറച്ച് എന്റെ വീട്ടില് ചിത്രം വരച്ചു വെച്ചിട്ട് വായു കാണാന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ അതല്ല, നമുക്ക് വരയ്ക്കാനുള്ള ഒരു ഇതുണ്ട്. നമുക്കിത് എവിടെ വേണമെങ്കിലും അതിന് ഇടാനോ അതിന് പറ്റുന്ന സാഹചര്യങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഈ കാലഘട്ടത്തിലെ ആർട്ടിസ്റ്റിനൊക്കെ വളരെ നല്ല കാലം എന്നാ പറയാൻ പറ്റുക. അവന്റെ വർക്ക് വെറുതെ ഇതിൽ പ്രസന്റ് ചെയ്താൽ മതി. അത് ആളുകൾ കണ്ടിട്ട് എന്ത് തരത്തിലുള്ള ആർട്ടിസ്റ്റ് ആണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ അത് കാരണം ഇപ്പൊ കൂടുതൽ ആർട്ടിസ്റ്റുകൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരാളുടെ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ അയാളെ പറ്റിയിട്ടുള്ള ഒരു ലഘു ഇതാണ്. ആരെങ്കിലും ഒരാൾ കൈ പിടിച്ചുയർത്തിക്കൊണ്ട് വരണം. ഇപ്പൊ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഞാനൊക്കെ പല ആളുകളെ നമ്മൾ പയ്യന്മാരൊക്കെ ഇതിൽ വരച്ചത് അയച്ചു തരും. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും അവൻ തട്ടിപ്പ് വരക്കാരനാണോ അതോ റിയൽ ഐറ്റം ഉള്ള ആളാണെന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റും. ഇഷ്ടംപോലെ വരയ്ക്കും. അവരൊക്കെ ഇപ്പൊ കുറെ ആളുകളുണ്ടാവും. പക്ഷെ കുറെ ആളുകൾക്ക് നന്നായി വരച്ച് പഠിച്ച ആളുകൾ ഉണ്ടായിരിക്കും. ചില ആളുകൾക്ക് എങ്ങനെയെങ്കിലും നാളെ ഇതുകൊണ്ട് വേറെ എന്തെങ്കിലും ഇതൊക്കെ. പക്ഷെ നമുക്കത് തിരിച്ചറിയാൻ പറ്റും അതൊക്കെ. പിന്നെ എല്ലാവരും ശ്രമിച്ചുകൊണ്ടേയിരിക്കണത് ഒരു ദിവസം കൊണ്ട് ആവുന്നല്ല. ഇപ്പൊ ആർട്ട് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമ്മൾ ഉറങ്ങി എണീറ്റ് ആവുന്നല്ല. നമ്മൾ നിരവധി പ്രോസസ്സുകൂടെ കടന്ന് വന്ന് ആവുന്ന ഒരാളാണ് ഈ ആർട്ട് ഡയറക്ടറും അല്ലെങ്കിൽ ആർട്ടിസ്റ്റും ഒക്കെ. ഈ ഒരു എന്താ പറയാ
എത്രയൊക്കെ സിനിമയുടെ വലിയൊരു സക്സസ്സിലേക്ക് പോകുമ്പോഴും നമ്മൾ സിറ്റീസിൽ നിന്ന് മറ്റു സിറ്റീസിലേക്ക് പോകുന്നു, അതിൻ്റെ വലിയ വലിയ ആർട്ടിസ്റ്റുകളുമായിട്ടും ടെക്നീഷ്യൻസുമായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോഴും ഉള്ളിലൊരു നാട്ടിൻപുറത്തുകാരനുണ്ട് അല്ലേ, ചാലിശ്ശേരിക്കാരൻ എന്നുള്ള രീതിയിൽ. ചാലിശ്ശേരി അതന്നെയല്ലോ നമ്മൾ, അത് മാറ്റല്ലല്ലോ അത്. കഴിഞ്ഞ ദിവസം ചാലിശ്ശേരി പൂരത്തിനൊക്കെ പോയിരുന്നു അല്ലേ? പൂരത്തിന് ഞാൻ പറ്റുന്ന ക്യാപ്പിനൊക്കെ പോകും. ഞാൻ പറ്റുന്ന ക്യാപ്പിലൊക്കെ പോയി. എന്താണ് ചാലിശ്ശേരിയെ പറ്റി കുറച്ച് കൂടുതൽ കേൾക്കണം എന്നൊരു ചാലിശ്ശേരി പറഞ്ഞൊരു സാധാ ഒരു ഗ്രാമമാണ്. അയ്യോ വാട്ട് ഇസ് ചാലിശ്ശേരി? ചാലിശ്ശേരി അവിടെ ഈ കൂടുതൽ അവിടെ ഈ അടക്ക കമ്പനികളുടെ ഒക്കെ ഇതാണ്. നമ്മൾ ഈ സ്ഥലത്ത് എല്ലാ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോകുന്ന അടക്കല്ലേ, അടക്ക, റോജാപ്പാക്ക്, പാക്ക്, അതിന്റെ ഒക്കെ ഇവിടുന്നാണ് ഏറ്റവും കൂടുതൽ ഒരു മാർക്കറ്റ്. ശരിക്കും ചാലിശ്ശേരി പഴഞ്ഞി എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇത്. അപ്പൊ ചാലിശ്ശേരി ഇതിന്റെ അടക്കയുടെ ഒരു കേന്ദ്രമാണ്. വളരെ പഴയ കാലം തൊട്ട് അതിന്റെ മാർക്കറ്റ് അങ്ങനെയുള്ള ഒരു ഇതാണ്. പിന്നെ ഫുട്ബോളിന്റെ കുറെ ക്ലബുകളുണ്ട്, പിന്നെ വോളിബോള്, അങ്ങനെ കുറെ സ്പോർട്സ് പരമായിട്ടുള്ള കുറെ ഇതുണ്ട്. GCC, മാർവൽ, അങ്ങനെ കുറെ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളുടെ. നമ്മളൊക്കെ ആദ്യം ചെറുതായിട്ട് പോയി നിന്ന്, ചെറിയ കുട്ടിയൊക്കെ നിന്ന് ഗ്രൗണ്ടിന്റെ സൈഡിലൊക്കെ നിന്ന് കാണുന്നത്. നമുക്ക് കളിക്കാനൊന്നും അറിയില്ല, പക്ഷെ ഇത് കളി കാണാൻ അറിയാം. പക്ഷെ ഇപ്പൊ അവരുടെ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ വന്നാൽ നമ്മൾ ഇനോഗ്രേഷനൊക്കെയാണ് നമ്മൾ പിന്നെ വിളിക്കുക. അപ്പൊ അത് ഒരു കാലത്തിന്റെ വ്യത്യാസമാണ്, അത് മാറ്റാണ്. ചാലിശ്ശേരി വളരെ ഇതുള്ള ആളുകൾക്ക് ഭയങ്കര സ്നേഹമുള്ള ആളുകളാണ് എന്നോട്. പഴയ സിനിമ ഓർമ്മകളെ പറ്റിയൊക്കെ എഴുതിയിട്ട് വായിച്ചിട്ടുണ്ട്, ഇന്റർവ്യൂസ് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട്. ഞാന് ഇതൊക്കെ നമ്മള് പൊന്മുട്ടിടുന്ന താറാവ് ആ പടം മുതലാണ് നമ്മളൊക്കെ ഷൂട്ടിങ് കാണാനൊക്കെ വേണ്ടിട്ട് പോണത്. അതൊരു വലിയ കൗതുകത്തോടെ മറ്റേ വാടകയ്ക്കൊക്കെ സൈക്കിൾ എടുത്തിട്ട് പോവില്ല, അങ്ങനത്തെ ഒരു കാലഘട്ടം. അത് എത്ര പ്രായം ഉണ്ടായിരുന്ന സമയത്ത്? അത് പ്രായം പറഞ്ഞാൽ നമ്മൾ പത്തിലും അതിന്റെ കുറവാണ് തോന്നുന്നു. ആ പൊന്മുട്ടിടുന്ന താറാവ് സത്യൻ സാറിന്റെ ഒക്കെ പടം അത് നമ്മുടെ നാട്ടിലൊക്കെയാണ് ചിത്രീകരിക്കുക. ഈ ചാലിശ്ശേരി, തണ്ണീർക്കോട്, തൃത്താല ഭാഗങ്ങളിലൊക്കെയാണ് ആളുടെ സ്ഥിരമായിട്ടുള്ള ഗ്രാമം, പച്ചപ്പ്, അതാണ് അവരുടെ സാധനം. അവരൊരു ടീമുണ്ട്, ശ്രീനിവാസൻ സാറ്, പിന്നെ വിപിൻ മോഹൻ, അങ്ങനെ ക്യാമറ, അങ്ങനെ ഒരു ടീം മാത്രം. ജയറാം, ഉർവശി, ശങ്കരാടി, അങ്ങനെ ഒരു ടീമിന്റെ സിനിമ ആയിരിക്കും. അപ്പൊ അത് നമ്മുടെ ചാലിശ്ശേരിയിലൊക്കെയാണ് കൂടുതൽ ചിത്രീകരിക്കുക. അപ്പൊ നമ്മള് സൈക്കിളൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് സ്കൂള് ഷിഫ്റ്റ് കഴിഞ്ഞിട്ടുള്ളത് പോകും, കണ്ട് നമ്മള് ഷൂട്ടിങ് കാണാനൊക്കെ നിൽക്കുക. അന്ന് നമ്മള് സെറ്റ് ഇടുന്നത് കാണുന്നത് ശരിക്ക് പൊന്മുട്ടിടുന്ന താറാവിന് ശരിക്കും ഒരു അമ്പലം, ചെറിയൊരു അമ്പലം ഒരു പാടത്തിന്റെ സൈഡില് സെറ്റ് ഇട്ടുണ്ടായിരുന്നു. അതായത് മറ്റേ കൃഷ്ണൻകുട്ടി മേനോനൊക്കെ ഒരു കസേരയിൽ ഇരുത്തിയിട്ട് കൊണ്ടുവരില്ലേ, ആ ഭാഗത്ത് ഒരു അമ്പലം ഉണ്ടാക്കിയിട്ടുണ്ട്, ചെറിയൊരു അമ്പലം. ഇനി സിനിമ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ അത് ചെറിയൊരു അമ്പലം. അത് സെറ്റ് വർക്കൊക്കെ നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്കിത് കണ്ട് പഠിക്കാനൊന്നല്ല, നമ്മളിത് അത്ഭുതത്തോടു കൂടി നമ്മുടെ നാട്ടിൽ വന്ന് നടക്കുന്ന ഒരു സാധനം. അത് കണ്ടു നിൽക്കുക. നമ്മള് എന്നും സ്കൂൾ വിട്ടാ ഇത് കാണാൻ പോകും. അപ്പൊ ഇവരുടെ വീടൊക്കെ ഇതാകും. പിന്നെ ഈ മറ്റേ ഇവരെ എടുത്തുകൊണ്ടിരുന്നതൊക്കെ അല്ലേ, കൃഷ്ണൻകുട്ടി ഇതിനൊക്കെ എടുത്തുകൊണ്ടിരുന്ന ആ സംഭവങ്ങളൊക്കെ അന്ന് ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പൊ നമ്മള് ആളുകളിലൊക്കെ നിക്കില്ലേ ആളുകൾ, നമ്മുടെ ഗ്രാമത്തിലൊക്കെ ഷൂട്ട് വരികയെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്ന് നിൽക്കല്ലേ. അതിന്റെ ഇടയിൽ നമ്മൾ നിന്നിട്ട് കാണാം. കാലങ്ങൾക്ക് ശേഷം സത്യൻ സാറിന്റെ ടീമിൽ നിന്നൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, 2 സിനിമകൾക്കൊക്കെ വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏത് സിനിമയ്ക്കാന്ന്, 2 സിനിമകൾക്ക്. ഞാൻ പിന്നെ ഒരു സിനിമ ഒരു ടൈമിലുള്ള കാരണം നമുക്ക് പറ്റാത്തത് അപ്പൊ തന്നെ അങ്ങനെ പറ്റില്ല എന്ന് പറയും. പക്ഷെ അത് വർക്ക് ചെയ്ത ഭയങ്കര ഒരു സംഭവമായിരിക്കും. അതായത് ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ കാണാൻ നിന്നു, പിന്നെ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാല് ഇതേപോലെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യണം ആഗ്രഹമുള്ള ഏറ്റവും ഭയങ്കര, എനിക്ക് തോന്നുന്നു മണിരത്നം സാറ് വൺ ഓഫ് ദി ഫേവറേറ്റ്. ഞാൻ സത്യത്തിൽ അങ്ങനെ ആഗ്രഹിക്കാറില്ല. അതെന്തെന്നറിയോ, സിനിമയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് നമ്മളങ്ങനെ കൂടുതൽ സ്വപ്നം കാണാതിരുന്നാൽ മതി. അപ്പൊ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. നമുക്ക് എത്ര ഇത് കിട്ടിയിട്ടുണ്ട്. എനിക്കിപ്പോ നമുക്കൊരാളെ അങ്ങനെ കറക്റ്റ് ഒരാളുടെ വർക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊക്കെ ആക്കാം. നമ്മൾ ഈ ഉള്ള സംവിധായകനെ തന്നെ ശരിക്ക് വർക്ക് കഴിഞ്ഞാലായിട്ട് കണക്ട് ചെയ്യില്ല ഒരാളിനായിട്ട്. ഒരു SMS പോലും വർക്ക് ചെയ്യാൻ പോവുക. അതാണ് എൻ്റെ ഇത്. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വർക്കിനെ പറ്റിയിട്ട് അറിയാണ്ടെങ്കിൽ അവർക്ക് വിളിക്കാമല്ലോ. ഞാൻ എന്ത് ചെയ്യും അല്ലെങ്കിൽ വേറെ ആരുടെ എന്ത് ചെയ്യും എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയുന്ന അത് നോക്കിയിട്ട് ഇതാക്കിയാൽ മതി. അപ്പൊ അവർക്ക് കൂടുതൽ നമ്മളായിട്ട് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ ഇനി അവന് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അജനെ ഇത്രയും കമ്പനികളല്ല, ഇനി അവനെ കൊടുക്കാതെ ഞാൻ വേറെ ആളെ എങ്ങനെ വെക്കുന്ന, അത് വേണ്ട. നമ്മള് അങ്ങനെ ഇതില്ല. നമ്മള് വളരെ നമ്മളെ വിളിച്ചാൽ മാത്രം പോയി വർക്ക് ചെയ്യും. പ്രൊഫഷണൽ മാത്രമാണ്.
അല്ല ഇവരുമായിട്ട് ബന്ധം ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ ഒരു വർക്കിന് വേണ്ടിയിട്ട് ആരെ കണക്ട് ചെയ്യാനോ കോണ്ടാക്ട് ചെയ്യാനോ നെറ്റ്വർക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതില്ല. അത് എന്തെങ്കിലും ഇപ്പൊ സിനിമ കണ്ടിട്ട് ഇപ്പൊ എത്രയോ എന്നെ കുറെ ആളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഡയറക്ടർമാര്, ക്യാമറ, ഇവരൊക്കെ ഇപ്പൊ നമ്മൾ ഇവിടുന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അത് ഭയങ്കര റിയാലിറ്റി ആയിട്ട് ചെയ്ത് നമ്മളത് നീ പറഞ്ഞപ്പോഴാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് എന്തായാലും ഭയങ്കര ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ വിളിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമില്ല. നമ്മള് പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വർക്ക് ചെയ്യണം പറയാ, അപ്പൊ നോക്കാം ചേട്ടാ അങ്ങനെ നമ്മളും പറയും. അല്ലാതെ നമ്മള് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ചില ആളുകൾ വിളിക്കുമ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല. അതായത് എത്രയോ നമ്മൾ അവരൊക്കെ സിനിമ കണ്ട് വളർന്ന ആളുകളായിരിക്കും, പക്ഷെ അവനെ അങ്ങനെ ശല്യപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു റൂട്ട് ഓഫ് അതാണ് അതിന്റെ സംഭവം. സിനിമയില് ഇപ്പൊ നമ്മളൊരു പ്രേക്ഷകനായിട്ട് സിനിമ ആണ്, അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യനായി തന്നെ ആയിക്കോട്ടെ, പക്ഷെ ഏറ്റവും കൂടുതൽ വിസ്മയിപ്പിച്ച ഇതേപോലെ സെറ്റ് വർക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷൻ ഡിസൈനിൽ തന്നെ വിസ്മയിപ്പിച്ച മുൻകാല സിനിമകൾ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഉണ്ടോ? കുറെ പടങ്ങളുണ്ട്. എന്നാലും ഭയങ്കരമായിട്ട് ഇംപ്രസ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒന്ന് ഷാബു സുരുളൊക്കെ ഉണ്ട്, പിന്നെ തോട്ടാചാരൻ സാറുണ്ട്, അതേമാതിരി പിന്നെ അങ്ങനെ കുറെ ആളുകളുണ്ട്, സമീർ ചന്ദ, അങ്ങനെയൊക്കെ അവരൊക്കെ വർക്കുകളെ പറ്റി. പിന്നെ എൻ്റെ ഒരു ബോസ് ഉണ്ട്, മരണപ്പെട്ടു പോയ സുനിൽ ബാബു, അവരൊക്കെ വർക്ക് നമ്മൾ നിരന്തരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. എൻ്റെ പ്രിയപ്പെട്ട കുറെ ആളുകളുണ്ട്. അവരെ പിന്നെ പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ ഹിന്ദിയിലെ ഒരു സെറ്റ് വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും പൈസ ഉണ്ടാവും, അവർക്ക് സമയം ഉണ്ടായിരിക്കും, അപ്പൊ അവർക്ക് മികച്ച ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ സഞ്ജയ് ലീല ബൻസാലിലൊക്കെ പടങ്ങൾ കണ്ടിട്ടില്ലേ, അത് പറഞ്ഞാൽ മറ്റേ ഗംഗുബ അത് നമ്മള് അത്രയും പൈസ ഉണ്ടെങ്കിൽ നമുക്കും ചെയ്തു കൊടുക്കാം, മനസ്സിലായില്ലേ. അത്ര ബഡ്ജറ്റ് നമുക്ക് ഇവിടെ ഉണ്ടാവില്ല, അത്ര പൈസ ഉണ്ടാവില്ല, പക്ഷെ അതേപോലത്തെ സെറ്റപ്പ് വേണമെന്ന് നമ്മളവിടെ ഒക്കെ പറയുള്ളൂ. അപ്പൊ അത് നമുക്ക് അതിനൊരു ഇത്ര സമയം ഉണ്ടാവും, 4 മാസം 5 മാസം കൊണ്ടൊക്കെ സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ മതി. അതിന് ഇത്രയും ഡീറ്റെയിൽ കൊടുക്കുക പറഞ്ഞാൽ ആ സമയം ഉണ്ടെങ്കിൽ നമുക്കും ചെയ്തു തീർക്കാൻ പറ്റും. ഇത് നമുക്ക് സമയക്കുറവും അങ്ങനത്തെ ബഡ്ജറ്റ് ഇല്ലായ്മയാണ് നമ്മുടെ ഒരു പ്രശ്നം. എപ്പോഴും എല്ലാ കാലത്തും ഉള്ള ഒരു പ്രശ്നം തന്നെയാണ്. ഇനി നല്ല സിനിമകള് ഇതുപോലുള്ള ബഡ്ജറ്റ് ഇതായിട്ട്, അതായത് സെറ്റിനും ഇതിനൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിരക്കഥകളും അല്ലെങ്കിൽ വിഷയങ്ങളുമായിട്ടുള്ള സിനിമകൾ ഇനി ധാരാളം ഉണ്ടാവും. ഇടുന്ന എഫേർട്ടിനുള്ള റിസൾട്ട് ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിലെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തമിഴ്നാട്ടിൽ ഇത്രയും സെന്റേഴ്സിൽ റിലീസ് ചെയ്ത് ഇത്രയും ഷോസ് ഒരു ദിവസം നടക്കുന്ന സിനിമ മലയാളത്തിൽ ഈ അടുത്ത കാലത്ത്, മലയാളത്തിലല്ല അന്യഭാഷകളിലൊന്നും തന്നെ ഇത് ഫസ്റ്റ് ടൈം ആവും എനിക്ക് തോന്നുന്നത്. അവരെ എ ക്ലാസ് തിയേറ്ററുകളിൽ കളിക്കുന്ന ആദ്യത്തെ സിനിമയാണ് എനിക്ക് തോന്നുന്നത്. അത്രയും സെന്റർ ഉണ്ട് ഇപ്പൊ അവിടെ. അതെ, ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ട പോസ്റ്റാണ് 41,000 ടിക്കറ്റാണ് കഴിഞ്ഞ ഒരു ദിവസം മാത്രം വിറ്റുപോയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. ഒരു തിയേറ്ററിൽ തന്നെ 250 അല്ലെ, ഒരു തിയേറ്ററിൽ ഒരു സിറ്റിയിൽ മാത്രം 250 ഷോസ് നടക്കുന്നു. അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു വലിയ വരവേൽപ്പാണ് നടന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ ബഡ്ജറ്റിനാണെങ്കിലും ടൈമിനാണെങ്കിലും ഇടുന്ന എഫേർട്ടിന്റെ റിസൾട്ട് എപ്പോഴും കാണുമെന്നുള്ളതിനുള്ള തെളിവല്ലേ അത്? ഉറപ്പായിട്ടും. നമ്മളിപ്പോ തമിഴിലെ സിനിമയെ പറ്റി പറയുന്നു. ഇപ്പം മാര ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കുറച്ചുകൂടെ വലിയൊരു ചലഞ്ച് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാലോ. കാരണം മറ്റൊരു വല്ലാത്തൊരു ചലഞ്ച് തന്നെയായിരുന്നു. മാര ഒരു ഇതായിരുന്നു. എൻ്റെ ഒരു സിനിമകളൊക്കെ കണ്ട് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ് അത് ഈ ദിലീപ് എന്ന് പറഞ്ഞത്. അതായത് ചാർലിയുടെ ഒരു ചെറിയ റിമേക്ക് മാതിരിയുള്ള ഒരു ഇതാണ്. അപ്പൊ നമ്മൾ ആ ചാർലി സിനിമയുടെ ആർട്ട് ഡയറക്ഷൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ സംസ്ഥാന അവാർഡ് നേടിയിട്ടുള്ളതാണ്. ജയശ്രീ ലക്ഷ്മി നാരായണനാണ് ആ സിനിമ ചെയ്തത്. അതിന്റെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ തമിഴിലേക്ക് നമ്മൾ ഇതാകുമ്പോൾ ഒരിക്കലും ഈ മലയാളത്തിനായിട്ട് ഒരു ബന്ധമില്ലാതെ ചെയ്യുന്ന എനിക്കൊരു ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് അതിനായിട്ട് കോപ്പി ചെയ്ത പോലെ ഒരിക്കലും തോന്നരുത്. അതായത് ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള ഒരു നായകൻ, അയാളുടെ ഒരു പക്വത വന്ന കളറുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇതാണ്. നമ്മൾ അങ്ങനെയാണ് അത് ചെയ്തത്. അതിനൊരു ഫൈൻ ആർട്ട് ടച്ച് ഒക്കെ കൊടുത്തിട്ട് അതിനെ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട ഒരു വർക്കായിരുന്നു. പക്ഷെ അത് OTT-യിലാണ് അത് ഇറങ്ങിയത്. ശരിക്കും ആ കോവിഡ് ടൈമിന്റെ അതിലാണ് ഇറങ്ങിയത്. അത് കാരണം അത്ര ഇതായില്ല. പക്ഷെ ആളുകൾക്ക് അറിയാൻ പറ്റും അത്. സിനിമ കുറെ കാണുന്ന ആളുകൾക്കാണെങ്കിൽ മാര കാണാൻ കണ്ടിട്ടുണ്ടായിരിക്കും മിക്കവാറും. അതാണ് അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വർക്കായിരുന്നു. അതിൽ മാര എന്ന് പറഞ്ഞ ഇത് നമ്മൾ തന്നെയാണ് അതിന്റെ വരയ്ക്കണത് ഇതൊക്കെ, ഇത്രയും ആ സാധനങ്ങളൊക്കെ. അപ്പൊ അത് നമ്മുടെ ലൈഫിനായിട്ടും ബന്ധമുള്ളതാണ്. ഇങ്ങനെയൊക്കെ വരച്ചുണ്ടാക്കുന്ന ഒരു സാധനല്ലേ. അപ്പൊ അത് മാര എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട ക്ലോസ് ടു ഹാർട്ട് എന്ന് വേണമെങ്കിൽ പറയാമല്ലേ. മറ്റു ഭാഷകളിലേക്കുള്ള അവസരങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? മറ്റു ഭാഷകളിലേക്ക് വരാതല്ല ശരിക്കും. പക്ഷെ ഞാനിവിടെ പലതിലും ഓരോ വർക്ക് കഴിയുമ്പോഴും അടുത്ത വർക്കുകളിലേക്കുള്ള ഏകദേശം ഇതാക്കിണ്ടാവും. പിന്നെ അതിലെന്താണ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് ഞാൻ നോക്കും. എനിക്ക് ആദ്യം ഒരു കഥ കേട്ട്
ആ സിനിമയിൽ നമുക്ക് എന്താണ് റോൾ എന്നുള്ളത് ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. അപ്പൊ അവരോട് അതിൽ ചിലപ്പോൾ വെറുതെ നമ്മൾ എന്തെങ്കിലും ഒരു വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് മാതിരിയുള്ള പടം അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു സെറ്റപ്പ് പടമാണെങ്കിൽ അത് നമുക്ക് ചെയ്യേണ്ട ശരിക്കും ആവശ്യമില്ല. ഇത് നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന പടങ്ങളാണെങ്കിലും ഒന്നുകൂടി ചാലഞ്ച് കംപ്ലീറ്റ്ലി ക്രിയേറ്റീവ്ലി നമ്മളെ ഒന്ന് നന്നായിട്ടൊന്ന് എനർജൈസ് അല്ലെങ്കിൽ ചെയ്ത് നമുക്കത് ഒരു സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെറുതെ നിൽക്കേണ്ടി വരും. ഞാൻ ഫുൾ ടൈം നിൽക്കുന്ന ആളാണ്. എനിക്ക് അടുത്ത ഇതിന്റെ തന്നെ ബാക്കി സെറ്റപ്പുകൾ ചെയ്യണം. അങ്ങനെയുള്ള സിനിമകളാണ് ഇപ്പൊ ഞാൻ നോക്കുന്നത്. നമ്മള് ഗുണ കേവ്, മഞ്ഞുവൽ ബോയ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞാണ് നമ്മൾ. പക്ഷെ സിനിമയിൽ ഗുണ കേവിനെ പറ്റി മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മറ്റു ഭാഗങ്ങളും കാലഘട്ടങ്ങൾ കാണിക്കുന്ന സമയത്തൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ട്. അപ്പം ആ ടൈമിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാ ചെയ്തത് മഞ്ഞുവൽ ബോയ്സിന്റെ ഒക്കെ? അതേപോലെ തന്നെ അവരുടെ വീടുകൾ, ആ വടം വലിക്കുന്ന നമ്മൾ ആ കാലഘട്ടത്തിന്റെ ഒരു ഇതും പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ മൊബൈലിന്റെ ബോർഡുകൾ അതൊക്കെ നമ്മൾ ഇതിനെപ്പറ്റി അത്യാവശ്യം നമ്മൾ സ്റ്റഡി ചെയ്യും. ആ ഏതാണ് ഈ കഥ നടക്കുന്ന പശ്ചാത്തലം അല്ലെങ്കിൽ കാലഘട്ടം എന്നുള്ളത് നമ്മൾ വ്യക്തമായി അറിഞ്ഞിട്ട് ആ കാലഘട്ടത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അത് മാത്രമേ നമ്മൾ ഇതിൽ ഉപയോഗിക്കുള്ളൂ. ഇപ്പൊ ആളുകളൊക്കെ അത് നോക്കിയിരുന്നിട്ട് റൗണ്ടൊക്കെ വട്ടം വിട്ടിട്ട് എനിക്ക് അയച്ചു തരും ഇതൊക്കെ. ഇത് ആ ഭാഗത്ത് ഇന്ന ചെയ്ത് ഇതാണല്ലോ ചേട്ടാ, മറ്റത് ഇതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ഏകദേശം അറിയാലോ. പിന്നെ നമ്മളൊക്കെ ഈ കാലഘട്ടത്തിലും ഇതിലൊക്കെ ജീവിച്ചു പോകുന്ന ആളാ. അപ്പൊ അത് വ്യക്തമായിട്ട് മാക്സിമം തെറ്റ് ഇല്ലാതെ ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു കടമയാണ്. ഒരു പേഴ്സണൽ സ്പേസില് ഇപ്പൊ മഞ്ഞുവൽ ബോയ്സ് എന്ന് പറയുന്ന ഒരു ബോയ്സ് ഗ്യാങ് ആണ്. ട്രിപ്പ് പോകുന്നു. ആ ട്രിപ്പിന് അവർ സന്തോഷത്തിന് വേണ്ടി പോകുന്ന ട്രിപ്പിനിടയിൽ ഉണ്ടാവുന്ന ഒരു അപകടം. പേഴ്സണൽ ലൈഫിൽ ഇതേപോലെ ഫ്രണ്ട്സ് ഒത്തൊക്കെ ട്രിപ്പിനൊക്കെ പോകുന്ന ഒരാളായിരുന്നോ? പോയിട്ടൊക്കെ ഉണ്ട്, മുന്നേ പോയിട്ടുണ്ട്. അത് മറ്റേ കോളേജൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ പോയിട്ടുള്ളൂ. പിന്നെ ഞാനൊക്കെ എൻ്റെ ഒരു ലൈഫിന്റെ ഇതിൽ അങ്ങനെ നമുക്ക് അങ്ങനെ ഓവറായിട്ട് കളിച്ച് നടക്കാൻ പറ്റുന്ന ഒരു ഇതിലല്ലായിരുന്നു. അപ്പൊ പോയിണ്ട് വളരെ റയറായിട്ട് പോയില്ല. നമ്മളൊക്കെ ഇവിടെ ഞാൻ എന്തെങ്കിലും വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പോകേണ്ടി വരും. അത്രയും തന്നെ. പിന്നെ അഥവാ എന്തെങ്കിലും ഉണ്ട് 2 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ തിരിച്ചു വരണം, അങ്ങനെയുള്ളതാ. ഇപ്പോഴും നമ്മൾ സിനിമയുടെ ആവശ്യമായിട്ട് നമ്മൾ പോകും. പക്ഷെ ഞാൻ യാത്രകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമ്മളൊരു വർക്കിന് വേണ്ടിയിട്ടുള്ള യാത്ര. നമ്മളത് കാണും, കാഴ്ചകൾ കാണും. അല്ലാതെ നമ്മളവിടെ സ്റ്റേ ചെയ്ത് അതൊന്നും ഉണ്ടാവില്ല. യാത്ര തന്നെ ജീവിതം കംപ്ലീറ്റ് യാത്രകളിൽ തന്നെ ഇപ്പോഴും ഇതേവരെ. യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള വ്യക്തി കൂടിയാണ്. യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് പറ്റുന്ന ആളുകളൊക്കെ വേണ്ടി വരും. അല്ലെങ്കിൽ നമുക്കത് ബോറിംഗ് ആയിരിക്കും. നമുക്ക് കമ്പനി ആയിരിക്കണം, അതിനെപ്പറ്റി അറിയുന്ന ആളാണ്. അല്ലെങ്കിൽ ഭയങ്കര ഇതായിരിക്കും. പക്ഷെ അപൂർവമാണ് നമുക്ക് അങ്ങനെ അവസരങ്ങൾ കുറവാണ്. നമ്മളിതിലൊക്കെ പലതിലും കമ്മിറ്റഡും ഇതൊക്കെ കാരണം നമുക്കതിന്. ഇനി വരുന്ന അപ്കമിങ് നമുക്ക് പ്രതീക്ഷയുള്ള സിനിമ ഏതാണ്? എല്ലാ സിനിമകളും പ്രതീക്ഷയുള്ളതാണ് എന്നുള്ളതുകൊണ്ടാണ് ഏതാണ് അടുത്തത് പറഞ്ഞാൽ മതി. അല്ല, ഇനി ചെയ്യുന്നത് ആഷിഖ് കപൂറിന്റെ സിനിമ ചെയ്യുന്നത്. ആഷിഖോടൊപ്പം ഒരു റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പൊ അതിന്റെ പ്രോജക്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ ഷൂട്ട് തുടങ്ങിയിട്ടില്ല. അതിന്റെ പ്രോജക്ട് ബാക്കി നടക്കുന്നുണ്ട്. അതാണ്. എപ്പോ കാണാൻ പറ്റും? ഈ ബിലാല് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാല് എനിക്കറിയില്ല അതിൻ്റെത്. കാരണം ബിലാല് ഞങ്ങൾ ശരിക്കും തുടങ്ങാതിരിക്കുകയായിരുന്നു. അപ്പൊ ഒരു 12 ദിവസം ഉള്ളൂ ഇനി ഷൂട്ടിങ്ങിന്. അത്രയും അത്രയും ക്ലോസ് ആയിട്ടുള്ള ടൈമിലാണ് കോവിഡ് വരുന്നത്. അപ്പോ പിന്നെ അതിനെ പറ്റിയിട്ട് പിന്നെ ഒന്നും ഇതായിട്ടില്ല. പിന്നെ ഇനി അത് എനിക്ക് ഒന്നും അറിയില്ല. ഇനി നമ്മളങ്ങനെ ചോദിക്കാൻ ശരിക്കും പാടില്ല. വരികയാണെങ്കിൽ വരട്ടെ അല്ലേ? ഞാൻ അവാർഡ്സിനെ പറ്റിയിട്ടുള്ള പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഇപ്പോഴും മലയാള സിനിമയിൽ ആർട്ട് ഡയറക്ടർ, മികച്ച ആർട്ട് ഡയറക്ടറിനാണ് അവാർഡ് സ്റ്റാർട്ട് അപ്പം ആർട്ട് ഡിസൈനിങ് അല്ലെങ്കിൽ ഈ പ്രോജക്ട് ഡിസൈനിങ്, പ്രൊഡക്ഷൻ ഡിസൈൻ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉള്ളതായിട്ട് അറിയില്ലേ എന്നുള്ളൊരു സംഭവം സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? അല്ല, അത് പറഞ്ഞാലേ ഇത് ശരിക്കും ഇപ്പോ ദേശീയ ലെവലിലൊക്കെ പ്രൊഡക്ഷൻ ഡിസൈനർ എന്നാണ് അയാൾക്കാണ് അവാർഡ്. ഈ ആർട്ട് ഡയറക്ടർക്ക് നമ്മുടെ അവിടെ ഇങ്ങനെ മുന്നേ ഉള്ള ഒരു ഇതാണ്. ഇപ്പൊ അതിന്റെ മുകളിലായിട്ട് കുറച്ചും കൂടി ബാക്കി കാര്യങ്ങൾ കൂടി നോക്കുന്ന അല്ലെങ്കിൽ അതിനൊക്കെ നിയന്ത്രിക്കുന്ന ഒരാളാണ് പ്രൊഡക്ഷൻ ഡിസൈനർ. എന്തൊക്കെയാണ് ശരിക്കും ഒരു പ്രൊഡക്ഷൻ ഡിസൈനിങ്ങിന്റെ കീഴിൽ വരുന്ന? പ്രൊഡക്ഷൻ ഡിസൈനിന്റെ കീഴിൽ പറഞ്ഞാൽ ഏകദേശം ഒരു 17 ഗ്രൂപ്പുകളുടെ ഒരു ഹെഡാണ് ശരിക്കും പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന് പറഞ്ഞാൽ. അയാളുടെ കീഴിൽ വരുന്ന ഒരു മെയിൻ ഒരു വേറൊരു ഹെഡ് മാത്രമാണ് ആർട്ട് ഡയറക്ടർ. പ്രൊഡക്ഷൻ ഡിസൈനർക്ക് ഇതിന് മൊത്തം അയാളുടെ കീഴിലായിരിക്കും. അതായത് ഇപ്പോ കാർപ്പൻട്രി ആയാലോ അതിന്റെ ബാക്കി പെയിന്റിങ് ആയാലോ ഇതൊക്കെ അയാൾക്ക് പറഞ്ഞു കൊടുത്ത് സെറ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. അതിന്റെ ഒരു ഹെഡാണ് ഈ ആർട്ട് ഡയറക്ടർ. അപ്പോൾ പ്രൊഡക്ഷൻ ഡിസൈനർ ഇരിക്കുമ്പോൾ എന്തായാലും ആർട്ട് ഡയറക്ടർക്ക് അവാർഡ് കൊടുക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അതിപ്പോ ദേശീയ സിനിമകളിലൊക്കെ അങ്ങനെ പ്രൊഡക്ഷൻ ഡിസൈനർക്ക് അവാർഡുള്ളൂ. പക്ഷെ
കേരളത്തിൽ ഇപ്പോഴും ആർട്ട് ഡയറക്ടർക്കാണ് ഈ ചേഞ്ചസ് ഒക്കെ വരേണ്ട കാലം കഴിഞ്ഞു ഇപ്പം നമ്മുടെ സിനിമയിലെ അപ്രിസിയേഷൻ ലെവൽ അല്ലെങ്കിൽ ഒരു നമുക്ക് തരുന്ന അംഗീകാരങ്ങൾക്കൊക്കെ ഒരു എന്താ പറയുക മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി വരാൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഈ പ്രൊഡക്ഷൻ അതൊക്കെ ഒരു ജൂറി അല്ലെങ്കിൽ അവരൊക്കെ നോക്കി പറയുന്നത്. ഞാൻ അവരൊന്നും സത്യത്തിൽ പരിചയമില്ല, എനിക്ക് അവരുമായിട്ട് ബന്ധമില്ല. നമ്മുടെ പടം ഇപ്പോൾ അതിൽ അവാർഡിന് അയച്ചു എന്നൊക്കെ അറിയും, അതേപോലെ പുറത്തായി എന്ന് അറിയും, അത്രേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ചിലത് കാണുമ്പോൾ ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഡിസൈനർക്ക് അവാർഡ് അല്ലെങ്കിൽ അയാൾ കൊടുക്കാതെ മറ്റതിന് കൊടുത്തു പറഞ്ഞാൽ അതൊരു ശരിക്കും അത് കറക്റ്റ് അല്ല. അത് ആ പ്രോസസ്സ്, അതായത് ഹെഡ് അവിടെ ഇരിക്കുകയാണ്, ഹെഡിന്റെ താഴെയുള്ള ഒരാൾക്ക് കൊടുക്കുകയാണ് അവാർഡ്. അപ്പൊ ആ ഹെഡിനാണ് ശരിക്കും കൊടുക്കേണ്ടത്. അപ്പൊ അത് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ അത് ഇനി ഇവിടെ മാറ്റം വരും എന്ന് വിചാരിക്കുക. എന്തായാലും ഗവൺമെന്റ് അംഗീകാരം തരുന്നോ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് ഇൻക്ലൂഡ് ചെയ്യുന്നോ അതിലൊന്നും ശരിക്കും ഇപ്പൊ ഇനി അതിനെപ്പറ്റി ചിന്തിക്കാനുള്ളതില്ല. ഇതിപ്പോ ആൾക്കാർ പറയും ഇത് ഭയങ്കരമായിട്ട് അവാർഡ് നേടും, അത് ഇതൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു ഞാൻ ചിന്തിക്കാനല്ലേ അതിനെ പറ്റിയിട്ട്. കാരണം വെച്ചാൽ നമ്മൾ ചെയ്ത് നമുക്ക് മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ചെയ്ത് ഇതാക്കുക. ആളുകൾ അത്രയും തിരിച്ചറിയുന്നുണ്ട്. ഒരു ആർട്ട് ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിസൈനർ അതിന്റെ പിന്നിലുണ്ട് എന്ന് അത്രയും ആളുകൾ അതിനെ പറ്റി പറയുന്നുണ്ട്. അത്രയും പോരെ നമുക്ക്. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് നമ്മുടെ ഇന്റർവ്യൂവിന് വരുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ ക്യാമറയിലുള്ള ഡിപ്പാർട്ട്മെന്റിലുള്ള കുട്ടികൾ എല്ലാവരും തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവരൊക്കെ ഭയങ്കര ഫാനാണ്. കാരണം എന്ന് വെച്ചാൽ ടെക്നിക്കലി ഉള്ള ആൾക്കാരെ നമ്മൾ അറിയുന്നില്ല. നമ്മൾ ലൈം ലൈറ്റിൽ നിൽക്കുന്ന കുറച്ച് പേര് ആക്ടേഴ്സിനെയും ഡയറക്ടേഴ്സ് വരെയും പിന്നെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റും കുറച്ച് അറിയുന്നുണ്ട്. പക്ഷെ അതിന്റെ പുറകിൽ നിൽക്കുന്ന പല ഡിപ്പാർട്ട്മെന്റുകളും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ എത്ര ആളുകൾ, അതായത് ഇപ്പൊ കോസ്റ്റ്യൂം, ഇപ്പൊ നമ്മുടെ പടത്തിന്റെ മഷർ റംസയാണ് ഒരു 2006 കാലഘട്ടത്തിൽ അതേപോലെ അത്തരം കോസ്റ്റ്യൂമൊക്കെ കണ്ടെത്തി അതുപോലെ ഉണ്ടാക്കി ആ സിനിമയ്ക്ക് ആ കാലഘട്ടത്തിന്റെ കറക്റ്റ് തനിമ ഇതായിട്ട് കൊടുക്കുന്ന ഒരാളുണ്ട് അവിടെ. അപ്പൊ ഇതൊക്കെ ചേർന്ന് ഒരുപാട് ടീമുകൾ ചേർന്ന് വരുമ്പോഴാണ് ഇതൊക്കെ സെറ്റ് ആവുള്ളൂ. അപ്പോ ഇത് ടോട്ടൽ ഒരു ആളുകളുണ്ട് ഇതിന് പിന്നിൽ. മേക്കപ്പ് ആയാലും ഇപ്പൊ റോണക്സ് ഒക്കെ ഭീകരന്മാരായിട്ടുള്ള ആളുകളാണ് ഇതിന്റെ പിന്നിലൊക്കെ. അങ്ങനെ വരുമ്പോഴാണ് ഇതുണ്ടാവുള്ളൂ. ഇപ്പൊ ഈ ആളുകളൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നു മാത്രം, ആളുകൾക്ക് നേരിൽ തിരിച്ചറിയാൻ പറ്റും. ഇപ്പോൾ എനിക്കൊക്കെ എത്രയോ ആളുകൾ, അതായത് ഇതിന്റെ പിന്നിൽ നിങ്ങളുടെ വർക്കിനെ പറ്റി പറയാതെ വയ്യാന്ന് പറഞ്ഞിട്ടാണ് എന്നെ പറയുന്നത്. അപ്പൊ നമുക്കത് കേൾക്കുമ്പോ അത്രയും മതി, നമുക്കൊക്കെ അത്ര മതി. ഏറ്റവും വലിയ അംഗീകാരം പ്രേക്ഷകരുടെ അംഗീകാരം തന്നെയാണ്. ഉറപ്പായിട്ടും അത് അവരിൽ എത്തിയിട്ട് അത് ഏതൊരു കല എന്താന്ന് അറിയാത്ത ആളുകൾ പോലും അതിനെപ്പറ്റി പറയുമ്പോഴാണ് നമുക്ക് ഭയങ്കര സന്തോഷം. എന്തായാലും മഞ്ഞുവൽ ബോയ്സ് അങ്ങനെ പ്രേക്ഷകർ കയ്യിലേറ്റ് ഭയങ്കരമായി അംഗീകരിച്ച് നമ്മുടെ കേരളം വിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കാനും ഉയർന്നു പോട്ടെ, ഇന്റർനാഷണൽ ലെവലിൽ തന്നെ പോവാണ്. അതുപോലെ തന്നെ താങ്കളുടെ ക്രാഫ്റ്റ് താങ്കളെ ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കട്ടെ. ഞങ്ങളുടെ വലിയൊരു അഭിമാനമായി, ഇപ്പൊ വലിയ അഭിമാനമാണ്. ഇതിലും വലിയ ഇന്റർനാഷണൽ ലെവലിൽ അംഗീകാരങ്ങൾ തേടിയെത്തട്ടെ, അവസരങ്ങൾ തേടിയെത്തട്ടെ. വിഷ് ചെയ്യുന്നു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.